രാഷ്ട്രങ്ങൾ അടിയന്തരമായി ചേർന്ന യോഗത്തിന് ശേഷം ഇതിനെ അപലപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇറാനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇറാൻ ഈ ചെറുത്തുനിൽപ്പ് എത്രമാത്രം സാധ്യമാകും ഈ പൂർണ്ണമായും ഒറ്റപ്പെടുന്ന ഘട്ടത്തിലെന്ന ചോദ്യം ഏറ്റവും പ്രസക്തമാകുന്ന മണിക്കൂറാണ്. എന്താണ് GCC രാഷ്ട്രങ്ങളുടെ യോഗത്തിലുണ്ടായിട്ടുള്ള തീരുമാനം? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാന്റെ തീരുമാനമായി വന്നിട്ടുള്ള ആദ്യത്തെ ഔദ്യോഗിക പ്രഖ്യാപനമാണ്. അതിൽ അവർ പറയുന്നത് ഈ യുദ്ധം തുടരും എന്ന് തന്നെയാണ്. ഇറാൻ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് അമേരിക്ക, ഇസ്രയേൽ, UK എന്നൊരു സഖ്യത്തിന് മേൽ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ തന്നെ മറ്റ് രാജ്യങ്ങളുമായും അറബ് രാജ്യങ്ങളിലുള്ള സമീപ രാജ്യങ്ങളുമായും ഒക്കെ തന്നെ ഒരു സംഘർഷത്തിൽ ഏർപ്പെടുന്ന നിലയാണ്. അവിടെയെല്ലാം തന്നെ അമേരിക്കയ്ക്ക് എയർബേസ് നൽകി എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് വിവിധ രാജ്യങ്ങൾക്ക് മേൽ ഇപ്പോൾ ഇറാൻ്റെ ആക്രമണം നടക്കുന്നത്. കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ തുടങ്ങി നിരവധി രാജ്യങ്ങളിലേക്ക്, ദുബായിലും അതോടൊപ്പം തന്നെ സൗദിയിലും അടക്കം ആക്രമണം നീണ്ടു പോകുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കപ്പൽ ആക്രമിച്ചതിൻ്റേതാണ്. ഇറാൻ ആക്രമിച്ച കപ്പലിൻ്റെ ദൃശ്യമാണ്. ഒമാൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കപ്പൽ. ഈ എണ്ണക്കപ്പലിനെ ഇറാൻ ആക്രമിച്ചതോടുകൂടി ഖത്തറും സൗദിയും ഇതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. അവർ അപലപിച്ചു. അതിനുശേഷം അടിയന്തരമായി GCC യോഗം ചേർന്നു. അത് ഗൾഫ് കൺട്രികളുടെ ഒരു കൂട്ടായ്മയാണ്, ഗൾഫ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ യോഗം ചേരുകയും ഇറാൻ്റെ നടപടികളെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. അനാവശ്യമായ പ്രകോപനം പാടില്ല എന്നൊരു നിർദ്ദേശമാണ് ഇറാന് നൽകിയിട്ടുള്ളത്. അതിനർത്ഥം ഈ മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ നേരിട്ട് ഇറാനെ പിന്തുണയ്ക്കുന്ന, ഇറാന് ഏതെങ്കിലും സാമ്പത്തിക സഹായമോ ആയുധ സഹായമോ നൽകുന്ന നിലയില്ല. മറിച്ച് പാകിസ്ഥാനിൽ നിന്ന് മാത്രമാണ് ഇറാൻ അനുകൂലമായ ചില പ്രകടനങ്ങൾ ഉണ്ടാകുന്നത്. അതോടൊപ്പം ഗ്രീസിലും അങ്ങനെ ചില പ്രകടനങ്ങൾ, അവിടുത്തെ ആളുകളുടെ ഭാഗത്ത് നിന്ന് ചില ഇറാൻ അനുകൂല മുദ്രാവാക്യങ്ങളും പ്രകടനങ്ങളും ഉണ്ടായി എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിലും ചില പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഇറാനെ ആക്രമിച്ച അമേരിക്കൻ നടപടിയെ അപലപിച്ചുകൊണ്ടാണ് ഇപ്പോൾ CPM-ൻ്റെ ഒരു പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു പ്രതിഷേധ പ്രകടനം. ഇപ്പോൾ MV ഗോവിന്ദൻ ആ പ്രതിഷേധ പ്രകടനത്തിൽ സംസാരിക്കുകയാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ നിലപാടെടുത്തുകൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, പ്രധാനമന്ത്രി 2 ദിവസം മുൻപ് ഇസ്രായേലിൽ അവരുടെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തിരുന്നു. തീവ്രവാദത്തിനെതിരെയുള്ള നിലപാടുകളിൽ ഇരു രാജ്യങ്ങളും കൈകോർത്ത് മുന്നോട്ട് പോകുമെന്ന കാര്യം. ജനത മുമ്പോട്ടേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഭരണാധികാരി വർഗം അമേരിക്കക്കൊപ്പമാണ്, ഇസ്രായേലിനൊപ്പമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമുണ്ടാവേണ്ടതില്ല. ലോകത്തിനും തർക്കമില്ല.